ബൈബിളിലൊരു ദൈവസങ്കല്പം ഇല്ല. സൂക്ഷ്മമായിട്ട് ബൈബിൾ വായിച്ചാൽ ഇദ്ദേഹം പറഞ്ഞ ശിവസാറ് പറഞ്ഞ പോലെ തുറന്ന് വായിച്ചാൽ അതിന് ദൈവം ഇല്ല, സാധാന്യമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ബൈബിളിൽ ഒരു ദൈവസങ്കല്പമില്ല, ബൈബിൾ പൈശാചികമാണ് എന്ന ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹത്തെ അപ്പച്ചൻ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രായമുള്ളൊരു വ്യക്തിയാണ്, പ്രായമുള്ളവരെ നമ്മൾ മാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കേട്ടപ്പോൾ അദ്ദേഹത്തെ ഏതോ ഒരു വേദിയിലേക്ക് ബൈബിളിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനായിട്ട് വിളിക്കുകയും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തെ മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കേൾക്കാറുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ആധികാരികത ഇല്ലാത്ത സംസാരമാണ് പലപ്പോഴും ആ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. അദ്ദേഹം പറയുന്നത് ബൈബിളിൽ ഒരു ദൈവസങ്കല്പം ഇല്ല. ഒരർത്ഥത്തിൽ അദ്ദേഹം, ഈ അപ്പച്ചൻ പറയണത് ശരിയാണ്. ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാം, അങ്ങനെ ആകാം. ഇപ്പം ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 100-ലധികം തവണ ഞാനങ്ങനെ ചിന്തിക്കുന്നു, ഞാനങ്ങനെ കരുതുന്നു, ഞാനങ്ങനെ ഊഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് കുറേ സങ്കല്പങ്ങളും കണ്ടെത്തലുകളുമാണ്. ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം ഉണ്ടായിരിക്കാം, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം, അതാണ് സങ്കല്പം. അപ്പം അദ്ദേഹം എന്താണ് പറയാൻ തുടങ്ങിയെന്ന് പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന്, ഈ അപ്പച്ചൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഒരു സംശയം വരികയാണ്. ബൈബിളിൽ ദൈവസങ്കല്പമില്ല, ദൈവസങ്കല്പമല്ല, ദൈവ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ബൈബിൾ. ഏതായാലും അപ്പച്ചൻ്റെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബൈബിൾ വായിക്കാതെയാണ് ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത്. അതിന് ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ഇവരെ അനുഗമിക്കുന്ന പലരും കരുതുന്നത് ഇവർ ബൈബിൾ പഠിച്ച് അങ്ങനെ പഠിക്കുന്നൊരു പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് പീറ്റർ എന്നാണ്. പീറ്റർ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ പേരാണ്. അതുപോലെ മത്തായി, അതുപോലെ മറിയാമ്മ, സാറാമ്മ, ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ പേരാണ്. അപ്പോൾ ഒരാളുടെ പേര്, എൻ്റെ പേര് പീറ്റർ എന്ന് ആണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണോ? ബൈബിൾ എന്താണ് പറയുന്നത്? ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് 3 സ്ഥലത്താണ് ക്രിസ്ത്യാനി എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും തൻ്റെ സ്വഭാവത്തോടും താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അല്ലാതെ പീറ്റർന്നോ സാറാമയെന്നോ മത്തായിയെന്നോ പേരിട്ടത് കൊണ്ടല്ല ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ ഇദ്ദേഹം പേര് കേൾക്കുമ്പം ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് പറയുവാൻ ഇദ്ദേഹത്തിന് ആധികാരികതയുണ്ടെന്നാണ് ഇവരെ അനുഗമിക്കുന്നതായ അനേകർ വിശ്വസിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് വെറുമിഥ്യയാണ്. വാസ്തവത്തിൽ ഈ അപ്പച്ചന് ബൈബിളിനെ കുറിച്ച് യാതൊരു പഠനവുമില്ല. അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈബിളിൽ ദൈവസങ്കല്പമില്ലെന്നാണ് ഈ അപ്പച്ചൻ പറയുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. ബൈബിളിൽ പ്രധാനമായും ദൈവത്തിൻ്റെ ഒരു പേരും 2 ടൈറ്റിൽ, നാമങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അത് പേരല്ല, ടൈറ്റിലായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ 3 കാര്യം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ബൈബിളിൽ നിന്ന് പഠിക്കുമ്പോൾ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നാമം എലോഹിം എന്നാണ്. എലോഹിം എന്ന പദം, എബ്രായ പദം, അത് 2500 തവണ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എലോഹിം എന്ന പദം 2500 തവണ. അടുത്ത ഒരു ദൈവത്തിൻ്റെ പേരാണ്, യഥാർത്ഥത്തിൽ ഒരു പ്രോപ്പർ നൗണായിട്ട് ബൈബിൾ പറയുന്ന പേരാണ് യഹോവ അല്ലെങ്കിൽ യാഹ്വേ. ആ യാഹ്വേ, യഹോവ എന്ന ആ പേര് പഴയ നിയമത്തിൽ 6824 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 6824 തവണ. മൂന്നാമത്തേതാണ് ദൈവത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അഡോണൈ. അതിൻ്റെ അർത്ഥം മാസ്റ്റർ, യജമാനൻ, കർത്താവ് എന്നൊക്കെയാണ് അഡോണൈ. അത് ഏതാണ്ട് 450 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ തന്നെ ഏതാണ്ട് 9774 തവണ ദൈവത്തിൻ്റെ പേര് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്.
അതിൽ തെയോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് 1300-ലധികം തവണയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 66 പുസ്തകം ഉൾക്കൊള്ളുന്ന ബൈബിളിൽ 10,000-ലധികം തവണ ദൈവത്തിൻ്റെ പേരും ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10,000 തവണ മുഴുവൻ അവിടെ ദൈവം എന്ന് എഴുതി വച്ചിരിക്കുന്നു എന്നല്ല. അത് ദൈവം കൽപ്പിച്ചു, ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് സംസാരിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഇസ്രായേൽ ജനത്തെ ദൈവം സഹായിച്ചു, അതുപോലെ തന്നെ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചതായിട്ടുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ നാമം കാണുന്നു. അപ്പോൾ 10,000-ലധികം തവണ ബൈബിളിൽ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ അപ്പച്ചൻ പറയുവാണ്, ബൈബിളിൽ ഒരു ദൈവസങ്കല്പമില്ല. ഇത് ബൈബിളിലത്തെ കാര്യം തന്നെയാണോ അപ്പച്ചൻ പറയുന്നതെന്നാണ് ഇപ്പോൾ സംശയം. നമ്മളൊന്ന് ഓർക്കണം, നിങ്ങളുടെ മുമ്പിൽ കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട്. അവരോടൊരു കാര്യം പറയുമ്പോൾ ആധികാരികമായി പറയണ്ട, അല്ലെ അവരെ ചതിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അവർ കരുതുന്നത് ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞതാണ് ശരി. 10,000-ലധികം തവണ ബൈബിളിൽ ദൈവം എന്ന് ഉപയോഗിക്കുമ്പോൾ അപ്പച്ചൻ പറയുകയാണ്, ബൈബിളിലൊരു ദൈവസങ്കല്പമേ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത അപ്പച്ചൻ പറഞ്ഞത് ബൈബിൾ പൈശാചികമാണെന്ന് പറയുമ്പോൾ അപ്പച്ചൻ മറ്റൊരു കാര്യം ഭംഗ്യം തരാനെ സമ്മതിക്കുന്നുണ്ട്. പൈശാചിക എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്, എതിർപദം എന്താണെന്നറിയാമോ? ദൈവികത. പൈശാചികതയുടെ എതിരാണ് ദൈവികത. അപ്പോൾ പൈശാചികതയാണെന്ന് പറയുമ്പോൾ ദൈവികത ഉണ്ടെന്ന് പറയുകയാണ്. ഇനി അപ്പച്ചൻ പറയുന്നതിന് ഒരു തെളിവും നൽകുന്നില്ല. അത് അപ്പച്ചൻ്റെ ഈ വീഡിയോ മാത്രമല്ല, ഒരു ഭാഗം വീഡിയോകളിലും യാതൊരു വിധമാകുന്ന തെളിവുകളുമില്ലാതെയാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ആധികാരികമായിട്ട് പറയുന്നു, പൈശാചികത ഉള്ളപ്പോൾ ദൈവികതയുണ്ട്. ഇനി ബൈബിൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ പൈശാചികതയാണോ വെളിപ്പെടുത്തുന്നത്? പൈശാചികത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പച്ചൻ നിർവചിച്ച് അവരെ കേൾപ്പിക്കണമായിരുന്നു. എന്നാൽ അത് കേൾപ്പിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളത് കേൾപ്പിക്കാം. പൈശാചികത എന്ന് പറഞ്ഞാൽ പിശാചിനെ അനുസരിച്ച് ജീവിക്കുക, പിശാചിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് പൈശാചികത എന്ന് പറയുന്നത്. ബൈബിളിൽ ദൈവം തന്നെ സൃഷ്ടിച്ചതായ മനുഷ്യനോട് വിശുദ്ധനായിട്ട് ജീവിക്കുവാനും ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനും വളരെ വ്യക്തമായിട്ട് ആദാമിനോട് തുടങ്ങി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം കൽപ്പിച്ചതായിട്ടാണ് ബൈബിൾ പറയുന്നത്. ഈ അപ്പച്ചൻ ബൈബിൾ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആദാമിനോട് പറഞ്ഞ കാര്യം പൈശാചികതയാണെന്ന് അപ്പച്ചൻ തെളിയിക്കണം. അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ച കാര്യം പൈശാചികതയാണെന്ന് തെളിയിച്ചാൽ ഞങ്ങൾ സമ്മതിക്കാം. ദൈവം മോശയോട് സംസാരിച്ചു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഒരു നേതാവാണ്, ആത്മീക നേതാവാണ് മോശ. മോശയോട് ദൈവം സംസാരിച്ചു. അതിൽ പൈശാചികത ഉണ്ടെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ അനേക പ്രവാചകന്മാർ, യെശയ്യാ പ്രവാചകൻ, യിരെമ്യാ പ്രവാചകൻ, അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരെന്നറിയപ്പെടുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ് മുതലായ അപ്പോസ്തലന്മാർ, ഇവരോടെല്ലാം ദൈവം സംസാരിച്ചു. അപ്പോൾ അവരോട് സംസാരിച്ച വിഷയം പൈശാചികതയാണെന്ന് ബൈബിളിലെ വാക്യങ്ങൾ എടുത്തു വെച്ച് തെളിയിക്കുകയാണെങ്കിൽ അപ്പച്ചൻ പറയുന്നതിന് ആധികാരികതയുണ്ട്. ഇത് ചുമ്മാതെ പറയുകയാണ് ബൈബിളിൽ പൈശാചികതയാണ്. എത്രയോ ദുഃഖകരമാണ്. എന്നാൽ പൈശാചികത എന്താണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, പിശാചിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ബൈബിളിൽ. അതിൻ്റെ തെളിവ് പിടിച്ചോ. ആരാണ് പൈശാചികമായിട്ട് ജീവിച്ചത്? ആദാമിൻ്റെ മകനായ 2 മക്കളിൽ കായീനും ഹാബേലും. അതിൽ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനെ അടിച്ചു കൊന്നു. അവനോടുള്ള കോപം നിമിത്തം ഹൃദയത്തിൽ ആ കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കായീനോട് പറഞ്ഞു, കായീനെ, പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു, നീ അതിനെ നിയന്ത്രിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ നിൻ്റെ അനുജനെതിരെ നീ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്ന ആ കൊലപാതക ചിന്ത നീ മാറ്റണം, നീ ദൈവികമായ ഭാഗത്തേക്ക് വരണം എന്ന് ആണ് അവനോട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ അവൻ അത് അവഗണിക്കുകയും അവൻ തന്നെ അനുജനെ അടിച്ചു കൊന്നു. അങ്ങനെ അനുജനെ അടിച്ചു കൊന്നതിനെയാണ് പൈശാചികത എന്ന് പറയുന്നത്. അത് ദൈവം അംഗീകരിച്ചെന്നാണോ അപ്പച്ചൻ പറയുന്നത്? അവൾ പൈശാചികത ബൈബിളിൽ പറയുന്നുണ്ട്. കാരണം ഈ പൈശാചികതയുടെ വിശദീകരണം ബൈബിളിൽ നിന്നാണ് ലോകത്തിന് ലഭിച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നാം ഒന്ന് പഠിക്കണം. ഈ കൊലപാതകം, മോഷണം, അതുപോലെ തന്നെ അക്രമങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തൽ, യുദ്ധങ്ങൾ, ഇതെല്ലാം പൈശാചികതയുടെ തെളിവാണ്.
ഇതിനെയാണോ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പച്ചൻ്റെ വാക്കുകളിൽ? എത്രയോ അടിസ്ഥാനരഹിതമാണ് ഇത്രയും പ്രായമുള്ളതായിട്ടുള്ള ഒരു വ്യക്തി തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ തെളിവുകളില്ലാതെ പറയുന്നത്. അതുകൊണ്ട് ബൈബിൾ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകുന്നു. ദൈവത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന തെളിവ് എന്താണ്? അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിച്ചിട്ട് പിന്നീട് ദൈവം അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ച മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു. ആദാമിനോട് ദൈവം സംസാരിച്ചു. അതിനുശേഷം പിന്നീട് ദൈവം നോഹയോട് സംസാരിക്കുന്നു. അതിനുശേഷം അബ്രഹാമിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ഇസഹാക്കിനോട്, യാക്കോബിനോട് തുടങ്ങിയ ശേഷമുള്ളതായ പ്രവാചകന്മാരോട് സംസാരിക്കുന്നു. ഇവിടെയെല്ലാം ദൈവം തന്നെ സംസാരിക്കുന്നതായിട്ട് കാണുകയാണ്. എന്നിട്ടാണോ പറയുന്നത് ബൈബിളിൽ ഒരു ദൈവസങ്കല്പമേ ഇല്ല എന്ന്? ഒന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, ഒരു തെളിവ് തന്നാൽ നിങ്ങൾ പറയുന്ന ആശയം ഞങ്ങൾ വിശ്വസിക്കാം. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, എന്ന് പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനമാണ്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വചനമാണെങ്കിൽ അത് എങ്ങനെയാണ് ദൈവം ഇല്ലാതെ വരുന്നത്? ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലെന്നാണല്ലോ അർത്ഥം. അത് കേവലം കുറച്ച് പേര് സങ്കല്പിക്കുന്നതാണ്. ബൈബിളിനകത്ത് ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, പൈശാചികതയെക്കുറിച്ചാണ് പറയുന്നതെന്നാണല്ലോ അപ്പച്ചൻ പറയുന്നത്. പക്ഷേ ബൈബിളിൽ ദൈവവചനമാണ്, അത് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരണം അപ്പച്ചൻ തന്നെ പല വീഡിയോകളിലും ദൈവം അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിള് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അതിനർത്ഥം ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പച്ചൻ പല വീഡിയോകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് പറയുന്നത്. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട്, അതിന് കാരണം താൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലാത്തത് കൊണ്ട് കേവലം തെളിവുകളില്ലാതെ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് പറയുമ്പോൾ അവർ കരുതുന്നത് ഇദ്ദേഹം ബൈബിളെല്ലാം പഠിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയുന്നത് ശരിയാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ആദിയോടന്തം വായിക്കുമ്പോൾ സൃഷ്ടാവും പരിപാലകനുമായ സ്നേഹവാനായ ദൈവത്തെ കാണുവാൻ സാധിക്കും. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ചരിത്രപരമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അത് അവസാനം എത്തി നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ദൈവത്തിൻ്റെ അവതാരമായ യേശു ക്രിസ്തുവിലൂടെ അത് എത്തി നിൽക്കുകയും ലോകത്തോട് താൻ സംസാരിക്കുകയും ലോകത്തിന് വേണ്ടി താൻ ക്രൂശിൽ മരിച്ചു, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി അഥവാ പൈശാചികതയ്ക്ക് വേണ്ടി താൻ മരിച്ച എന്തിനാണെന്ന് അറിയാമോ? ബൈബിളിലെ പുതിയ നിയമത്തിൽ അപ്പച്ചനൊന്ന് വായിക്കണം ആ ഭാഗം. യോഹന്നാൻ എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ താൻ അവിടെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. പിശാചിൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ അത്രേ എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നവർ പിശാചിൻ്റെ ബന്ധനത്തിലാണ്, പിശാചിൻ്റെ അടിമയാണ്. അതിനെയാണ് പൈശാചികത എന്ന് പറയുന്നത്. ആ പൈശാചികതയിൽ കഴിയുന്നവനെ സ്വതന്ത്രമാക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും ക്രൂശിൽ മരിച്ചതും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപത്തിന് പരിഹാരം വരികയാണ്. അപ്പോൾ പൈശാചികതയെ നീക്കിയത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അന്നേരമാണ് അപ്പച്ചൻ പറയണത് ബൈബിളിൽ മുഴുവൻ പൈശാചികതയാണ്. എത്രയോ ഉത്തരവാദിത്വമില്ലാതെ, അടിസ്ഥാനരഹിതമായ, അറിവില്ലാത്ത അല്ലെങ്കിൽ പഠനമില്ലാതെ, കേവലം തെളിവില്ലാതെ സംസാരിച്ച് തൻ്റെ മുമ്പിലുള്ള ആൾക്കാരെ വഴിതെറ്റിക്കുകയാണ്. എന്നാൽ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിന് വെളിപ്പെട്ട ദൈവം ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. ആ പൈശാചികതയെ നീക്കുവാനായിട്ട് താൻ ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും വിശുദ്ധനായിട്ട് നല്ലവനായിട്ട് ജീവിക്കുവാൻ സാധിക്കും. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വായിക്കുവാനും ദൈവികമായ വഴി ജീവിക്കുവാനും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.